നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പാവങ്ങളുടെ നികുതിപ്പണം എടുത്ത് പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഹോർഡിങ്ങുകൾ കേരളം മുഴുവൻ സ്ഥാപിച്ച വിവാദ നടപടികളെക്കുറിച്ച് ഇതാ പുനഃപരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. LDF അല്ലാതെ മറ്റാരുണ്ട്, പിണറായി വിജയനല്ലാതെ മറ്റാര് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബോർഡുകൾ മുഴുവൻ സ്ഥാപിച്ചിരിക്കുന്നത്. തങ്ങളെ ഏൽപ്പിച്ച പണികളൊന്നും ചെയ്യാതെ സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്ന് എല്ലാം പരസ്യങ്ങൾ വഴി തെറ്റിദ്ധരിപ്പിച്ചൊരു സർക്കാരായിരുന്നു പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് പിന്നീട് തെരഞ്ഞെടുപ്പോടെ തെളിഞ്ഞു വന്നു. പരസ്യത്തിനായി കോടികളാണ് ചെലവഴിച്ചത്. അങ്ങനെ മുൻ സർക്കാരിൻ്റെ കാലത്തെടുത്ത പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ വിവാദ തീരുമാനങ്ങളെല്ലാം പുതിയ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുനഃപരിശോധിച്ച് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജില്ലകളിൽ ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും ഒക്കെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കാനുള്ള അഭിമുഖം നിർത്തിവയ്ക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് ആണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഇരുണ്ട കാലമെന്ന് വിശേഷിപ്പിച്ച് പരസ്യം കൊടുത്തൊരു സംഭവം ഏറെ കാലമായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പൊതുജനങ്ങളുടെ പണമെടുത്ത് ഒരു മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഭരണത്തെയും താറടിച്ച് കാണിക്കുകയായിരുന്നു അതിലൂടെ ചെയ്തത്. തങ്ങളല്ലാതെ ആരുണ്ട് എന്ന് ചോദിക്കുന്ന അഹങ്കാരമായിരുന്നു പിണറായി ഭരണത്തിൻ്റെ കീഴിലെല്ലാം കണ്ടത്. എന്നാൽ ആ വിവാദ പരസ്യം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ സത്സേവന രേഖ നൽകിയതും അസിസ്റ്റൻ്റ് ഇൻഫർമേഷൻ ഓഫീസർ നിയമനത്തിലുള്ള പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക തിരുത്തിയതുമെല്ലാം ഇപ്പോഴിതാ പരിശോധിച്ച് വരികയാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രത്തൻ കേൽക്കറാണ് ഇപ്പോൾ ആ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്നത്. TV സുഭാഷ് എന്ന PRD മേധാവിയുടെ കാലത്ത്, അതായത് 2023-2026 കാലത്തെ എല്ലാ ഉത്തരവുകളും തീരുമാനങ്ങളുമാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. ഇതിലാണ് വിവാദ തീരുമാനങ്ങൾ ഉണ്ടായതും പിണറായി വിജയൻ്റെ നേർക്ക് ആ അന്വേഷണം നീളാൻ പോകുന്നതും. ഈ കാലയളവിലെ മികച്ച സേവനത്തിനുള്ള സത്സേവന രേഖ ലഭിച്ച ചില ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ആക്ഷേപമുയർന്നിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ വിവാദ തീരുമാനങ്ങളുടെ ഭാഗമായിരുന്നു ഇവരെന്നാണ് ആക്ഷേപമുയർന്നത്. പ്രധാനമായും സിറ്റിസൺ റെസ്പോൺസ് പരിപാടിക്ക് വഴിവിട്ട് പണം നൽകാനുള്ള നടപടികൾ, അതുപോലെ പിണറായി വിജയൻ്റെ ചിത്രമുള്ള ഹോർഡിങ്ങുകൾ നാടാകെ സ്ഥാപിച്ചത് തുടങ്ങിയ വിവാദ നടപടികളും സർക്കാർ പുനഃപരിശോധിക്കുകയാണിപ്പോൾ. സർക്കാർ നയങ്ങളുടെ പ്രചരണം, പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ, നിരന്തരമായ മാധ്യമ ഏകോപനം തുടങ്ങിയവയിലെ മികവാണ് സത്സേവന രേഖയ്ക്കുള്ള മാനദണ്ഡമായി പറയുന്നത് തന്നെ. എന്നാൽ പ്രത്യേകമായി ഒരു സേവനം പരാമർശിക്കാതെ 40ഓളം പേർക്ക് കൂട്ടത്തോടെ പ്രശംസാപത്രം നൽകുന്നത് ഇത് കേരളത്തിൽ തന്നെ ആദ്യമാണ്. സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കം ഇഷ്ടക്കാരായ ഉദ്യോഗസ്ഥർക്ക് വാട്സാപ്പിൽ നൽകുകയും സർട്ടിഫിക്കറ്റ് ഓഫീസിലേക്ക് അയക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പിന്നീട് അറിയുന്നത്. വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത് രാഷ്ട്രീയ വിഭാഗീയത സൃഷ്ടിച്ചു എന്നും ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പിണറായി വിജയൻ എന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഒരു അതിമാനുഷികനായി ചിത്രീകരിക്കുകയും എല്ലാവരും ആരാധനയോടെ കാണണമെന്ന രഹസ്യ ആഹ്വാനവുമൊക്കെ വന്ന സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ റോഡരികിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ കൊണ്ട് നിറഞ്ഞത്. പുഞ്ചിരിക്കുന്ന പിണറായി മുഖം അവിടെ സ്ഥാപിക്കാൻ പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ പണമാണ് ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു. വയനാട്ടിലെ പാവങ്ങളുടെ പണമെടുത്താണ് ഈ ചിത്രം വച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ഓരോന്നോരോന്നായി പരിശോധിച്ച് തുടങ്ങിക്കഴിഞ്ഞു. പിണറായി വിജയന് എല്ലാം കൊണ്ടും സ്വസ്ഥമായി നിൽക്കാൻ ഇനി സമയം കിട്ടില്ല എന്ന് സാരം.